ഇന്ന് നമ്മുടെ നവരാത്രി ദിവസത്തിലെ രണ്ടാമത്തെ ദിവസമാണ്. നവരാത്രി വ്രതത്തിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് വരുന്നത് ബ്രഹ്മചാരിണി, ദേവി ബ്രഹ്മചാരിണിയാണ്. ദേവി ബ്രഹ്മചാരിണി എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാളിത്യം, പരിശുദ്ധി, നോളേജ്, തപസ് ഇവരുടെയൊക്കെ ഒരു സിമ്പലാണ് ദേവി ബ്രഹ്മചാരിണി. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ദേവിയെ ഉപാസിക്കുന്നത് വഴി, അല്ലെങ്കിൽ ഈ ദേവിയുടെ മന്ത്രം ചൊല്ലുന്ന വഴി, ഈ ദേവിയുടെ രൂപം, മന്ത്രം നമ്മൾ ഈ ദിവസം മുഴുവൻ നമ്മൾ സ്മരിക്കുന്നത് വഴി, നമ്മൾ ആ എനർജി നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഒരു ബെനഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ, മെൻ്റൽ ക്ലാരിറ്റി. അതായത് നമ്മൾ ഇമോഷണലി ഭയങ്കര സ്ട്രഗിൾ എടുക്കുന്നുണ്ടായിരിക്കും, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ ഇന്നർ മനസ്സിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻസ്, ഇന്നർ സ്ട്രഗിൾസ്, ഇമോഷണൽ സ്ട്രഗിൾസ് ഒക്കെ മാറി നമുക്ക് എന്ത് കിട്ടും? സ്ഥിരോത്സാഹം, സെൽഫ് ഡിസിപ്ലിൻ, പിന്നെ നമ്മുടെ യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്പിരിച്വൽ എനർജി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എണീറ്റ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ, എന്നാലും രാവിലെ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മചാരിണി ദേവിയുടെ സ്തോത്രം, മന്ത്രം, ഓം ദേവി ബ്രഹ്മചാരിണ്യൈ നമ. ഈ മന്ത്രം നമ്മൾ പറയുക, വാക്കുകൊണ്ട് പറയാൻ പറ്റുന്ന സമയത്തൊക്കെ പറയാൻ നോക്കുക. അല്ലെങ്കിൽ ഞാൻ ഇന്നലെയും പറഞ്ഞ പോലെ തന്നെ ഹെഡ്സെറ്റിൽ യൂട്യൂബിൽ ആ മന്ത്രം നമ്മൾ വെക്കുക. ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ ശരിക്കും ആ ശരീരത്തിൽ ആ വൈബ്രേഷൻ, ആ എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും മനസ്സിലാവും. സോ ആ ഒരു കാര്യം ചെയ്യുക. നമ്മൾ മ്യൂസിക്, ആ ഒരു എനർജി, മ്യൂസിക്കിന് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ കണക്ക് ഭയങ്കരമാണ്. നമുക്കത് ഞാൻ പറഞ്ഞു തരാം. ഈ മ്യൂസിക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. മ്യൂസിക് തെറാപ്പി തന്നെ ഉണ്ടല്ലോ, നമുക്കറിയാം. സോ ആ മന്ത്രം നമ്മൾ ചെവിയിൽ വെച്ച് കേൾക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഡാൻസ്, സ്ലോ മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. നമ്മൾ ശരിക്കും ആക്ച്വലി പറഞ്ഞാൽ മെഡിറ്റേഷനിൽ നിന്നിട്ട് ഈ മന്ത്രം കേൾക്കുക എന്നുള്ളതാണ് ഒരു മെഡിറ്റേഷൻ. അല്ലെങ്കിൽ സ്ലോ യോഗ പോസ്റ്റേഴ്സ്, സ്ലോ യോഗ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മന്ത്രം ഹെഡ്സെറ്റിൽ വെച്ച് കേൾക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷനിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ശ്വാസം ഇവിടുന്നേ വന്ന് ഇവിടെ വരെ അത് ഹോൾഡ് ചെയ്യുക. ദെൻ ബ്രീത്ത് ഔട്ട്, പോവാം. ഓക്കെ. ആ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഈ ബ്രത്തിങ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വയറിന് താഴെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഹോൾ ചക്ര ടച്ച് ചെയ്ത് എല്ലാം ഇവിടെ വന്ന്, അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഇവിടെ വറ്റിയിട്ട് ദെൻ ബ്രീത്ത് ഔട്ട്. ശരിക്കും നമുക്ക് നമ്മുടെ സെക്ഷൽ പാർട്ടിൽ അവിടെയൊക്കെ നമുക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. സോ ഇത് നമ്മൾ ചെയ്യുക പറ്റാവുന്ന സമയത്തൊക്കെ. പിന്നെ ഒരു ജേർണലിങ് ചെയ്യുക. അതായത് ജേർണലിങ് നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ ഡാൻസ് ഈ പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ബുക്കും പേനും എടുത്തിട്ട് നമുക്ക് എഴുതി വയ്ക്കുക. എന്താണ് എൻ്റെ ഇമോഷണൽ സ്ട്രഗിൾസ്, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ എന്താണ് എൻ്റെ മനസ്സിലുള്ള കൺഫ്യൂഷൻ, എനിക്ക് എന്താണ് ക്ലാരിറ്റി വേണ്ടത് എന്നുള്ളത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ, എന്തെങ്കിലും വിഷമങ്ങളും സ്ട്രഗിൾസും കൺഫ്യൂഷൻസും എല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി വയ്ക്കുക. ഇപ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ അത് ചെയ്ത് വയ്ക്കുക. ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാം. ആ ഫീലിങ്സ് എല്ലാം എഴുതി വയ്ക്കാം. സോ അതിൽ നിന്ന് ഒരു മുക്തി തരണേ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി തരണേ, ഇതിൽ നിന്നൊക്കെ ഒരു ക്ലാരിറ്റി എനിക്ക് ഉണ്ടാവണേ. സോ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവാത്തവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ നവരാത്രി എന്നുള്ളത് ഒരു സെൽഫ് ഡിസിപ്ലിൻ കൂടിയാണ്. ഞാൻ മിസ് ചെയ്തിട്ടുള്ള കാര്യം കുറച്ച് നാളായിട്ട്, ഈ സെൽഫ് ഡിസിപ്ലിൻ മിസ് ചെയ്തിട്ടുള്ള കാര്യം. സോ ഇത് ഈ നവരാത്രി വ്രതം, പൂജ, മന്ത്രം ചൊല്ലൽ, ആ ഒരു ആരാധന, ആ ഒരു എനർജി അലൈൻമെൻറ്റ് എല്ലാം നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ, ഒരു സ്പിരിച്വൽ അവൈക്കനിങ് കൂടിയാണ്. നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സോളിനെയും അറിയാനുള്ള ഒരു നല്ലൊരു കാലം ആണത്. സോ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. മറക്കണ്ട, ജേർണലിങ് എഴുതുക. എന്താണ് എനിക്ക് കൺഫ്യൂഷൻ തീർത്ത് കിട്ടേണ്ടത്, ദേവിയോട് എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ളത് അത് എഴുതി വയ്ക്കുക. ദെൻ വൈകുന്നേരം ഇത് തന്നെ ചെയ്യുക. ഈ മന്ത്രം കേൾക്കുക,
സോ എന്തെങ്കിലും ഡാൻസ് മൂവ്മെൻ്റായിട്ട് കണക്ട് ചെയ്യുക. എസ്പെഷ്യലി എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ പുരുഷന്മാരും ചെയ്യുന്ന എല്ലാവരും ഈ മന്ത്രങ്ങളും ഈ പൂജകളും ഈ ആചാരങ്ങളൊക്കെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് മാറ്റി വയ്ക്കരുത്. ബിക്കോസ് ഈ 7 ഈ നവ നവരാത്രി ഈ 9 ദിവസമുള്ള നീണ്ടു നിൽക്കുന്നത് നമ്മൾ ദേവീ ശക്തിയെ ആരാധിക്കാനും ആ നമ്മുടെ ഉള്ളിൻ്റെ ആ ഫെമിനൈൻ എനർജിയെ അവേക്കൺ ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ പുരുഷന്മാർ ഈ എനർജിയെ ആരാധിക്കുന്നതിനും ഉണർത്തുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരിലുള്ള ഒരു സ്റ്റക്ക് മാറിക്കിട്ടും. അതായത് സ്ത്രീത്വ ഗുണങ്ങൾ സ്ത്രീയുടേതായ കുറച്ച് ഗുണങ്ങളുണ്ടല്ലോ, സ്നേഹം, കരുണ, ദയ, കെയർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മാഗ്നറ്റിസം, മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവ്, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്. സോ ബിസിനസ് ചെയ്യുന്നവർക്കായാലും ലൈഫിലായാലും നമുക്ക് ഈ സ്ത്രീകളുടേതായ ഫെമിനൈൻ ക്വാളിറ്റീസ്, ഫെമിനൈൻ എനർജി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അപൂർവം ഗോൾഡൻ ചാൻസ് ആണെന്ന് പറയാം. സോ പുരുഷന്മാരും പ്രത്യേകിച്ചും എന്നെ കേൾക്കുന്ന പുരുഷന്മാരും പ്രത്യേകിച്ച് ചെയ്യുക. എന്തായാലും ഇത് അവരുടെ ഉള്ളിലുള്ള ആ ഫെമിനൈൻ എനർജിയെ ഉണർത്തിക്കൊണ്ടുവന്നതും അതിനെ ബാലൻസ് ചെയ്ത് ഫെമിനൈൻ ആൻഡ് മസ്കുലിൻ എനർജിയെ ബാലൻസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിലും ബിസിനസ്സിലും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. സോ അതിനുള്ള വഴികൾ ഞാൻ ഈ നവരാത്രി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്നേക്കാം. ഇത് അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് എന്ന നിലയ്ക്ക്. ഓക്കെ, എല്ലാവരും അത് ചെയ്യുക. എന്താ പറയുക, എഴുതി വയ്ക്കുക എല്ലാം. ഓക്കെ, താങ്ക് യു ഓൾ. ദേവി അനുഗ്രഹിക്കട്ടെ.